അതിന്റെ പിന്നെ അഭിപ്രായം പറയാൻ യോഗ്യതയില്ല. പിന്നെ താന്റെ അഭിപ്രായം പറയാനാണ് വന്നത്. അപ്പൊ എന്റെ അഭിപ്രായം പറയും, അയാളുടെ അഭിപ്രായം പറയും. നേരിട്ട് കണ്ടത്, നേരിട്ട് കാണുന്നതിനാ പത്രം അതേപോലെ ചാനലുകൾ അതേപോലെയല്ലേ ചെയ്യണത്. അപ്പൊ ചാനലാണല്ലോ ഇവിടെ നിയന്ത്രിക്കണത്. എല്ലാ കാര്യങ്ങളും ചാനലുകാരാണ് ചെയ്യണത്. ഇല്ലാത്ത കാര്യങ്ങൾ അവര് കണ്ടതുപോലെ പറയും. അപ്പൊ നമ്മളത് കണ്ടതുപോലെ നമ്മ ഇതായിക്കൊള്ളണം, വിശ്വസിക്കണം. ഒരുപാട് ചിരിപ്പിച്ചതാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്യാത്ത? എന്ത് ചിരിപ്പിക്കണം? കോമഡിയിൽ ഇപ്പൊ ആർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ദിലീപിനെ വെറുതെ വിടരുത്. 2 കൊല്ലമെങ്കിലും ഏറ്റവും കുറവ് ശിക്ഷ കൊടുക്കണം. തെളിവുകളില്ലെന്ന് പറഞ്ഞാൽ 8-ാം പ്രതിയാക്കിയപ്പോ തന്നെ തെളിവില്ലല്ലോ. 8-ാം പ്രതിയാക്കിയപ്പോ തന്നെ വാർത്തകളൊന്നും സത്യമല്ല. ദിലീപിനെ വെറുതെ വിട്ടത് ഒരിക്കലും ശരിയല്ല. ന്യൂസ് ചാനലില്ലേ ന്യൂസ് ചാനലിൽ നിറഞ്ഞിരിക്കുന്ന ദിലീപിന്റെ വാർത്തകളാണ്. എവിടെ നോക്കിയാലും ദിലീപേട്ടന്റെ വാർത്തകളാണ് നിറഞ്ഞിരിക്കുന്നത്. അതിലെന്താണ് പറയാനുള്ളത് ഈ വിധിയെ കുറിച്ച്? ദിലീപേട്ടന്റെ ദിലീപ് രക്ഷോട്ടില്ലേ? അല്ല ചേട്ടാ ഹാപ്പിയാണോ ഈ വിധിയില്? അമ്മ എന്ത് പറയാനാ? അല്ല ഇങ്ങനെ നമ്മ ഒരുപാട് സിനിമകളിലും ഇതോടെ കണ്ട നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് നടന്നല്ലേ ദിലീപ്. അപ്പൊ അങ്ങനെ ഒരു വിധി വരുമ്പോ വെറുതെ വിട്ടു എന്ന് പറയുമ്പോ ചേട്ടൻ ഹാപ്പി അല്ലേ? സിനിമ അതുകൊണ്ട് വെറുതെ വിട്ടാ അല്ലാണ്ട് വേറൊന്നുമില്ല. അല്ല ഈ വിധി വന്നതില് ഹാപ്പിയാണോ? വെറുതെ വിട്ടു ദിലീപിനെ വന്നതിലെന്ന് വെച്ചാൽ അത് ജഡ്ജിയാണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. ജഡ്ജി തീരുമാനിച്ചതല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് ഇനി ചോദ്യം ചെയ്യാനായിട്ടും മുകളില് ഹൈക്കോടതിയിൽ പോകാനേ പറ്റുള്ളൂ. അല്ല ഈ കോടതിക്ക് സത്യം എന്താണെന്ന് വിചാരിക്കുന്നത്? സത്യമാണോ എന്നുള്ളത് ഇവർക്ക് ജഡ്ജിക്ക് അറിയുള്ളൂ. അല്ലാതെ നമുക്കറിയാൻ പറ്റില്ല. നമ്മളതിൻ്റെ തെളിവും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഒന്നും നമുക്കാകെ മീഡിയയിൽ കൂടിയുള്ള കേട്ടറിവ് മാത്രമേ ഉള്ളൂ. നമുക്കത് അറിയില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തെറ്റ് ചെയ്തവർക്കും അറിയാം, അതിന്റെ സാഹചര്യത്തിൽ അനുസരിച്ചിട്ട് അവർക്കും അറിയാം. അല്ല വാർത്തകൾ നിറഞ്ഞിരിക്കുന്ന ദിലീപിന്റെ വാർത്തകളാണ്. രണ്ട് രീതിയിൽ രണ്ടിൽ അഭിപ്രായം വരുന്നുണ്ട്. ചേട്ടൻ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ദിലീപിന്റെ കോടതി ദിലീപിനെ വെറുതെ വിട്ടു. അത് വെറുതെ വിട്ടിട്ട് വിധി വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും വാർത്തകൾ അവസാനിക്കുന്നില്ല. കാശുണ്ടെങ്കിൽ പിന്നെ എന്തോ ആവല്ല. എന്റെ കാശുണ്ടെങ്കിൽ ഞാൻ രാജാവ്. എനിക്ക് എവിടെ വേണമെങ്കിലും ഓടി കിടന്ന് എന്തും ചെയ്യാം. അല്ല ചേട്ടൻ നേരിട്ട് കണ്ടിക്കണേ ഇങ്ങനെ പറയാൻ? നേരിട്ട് കണ്ടത്, നേരിട്ട് കാണുന്നതിനാ പത്രം അതേപോലെ ചാനലുകൾ അതേപോലെയല്ലേ ചെയ്യണത്. അപ്പൊ ചാനലാണല്ലോ ഇവിടെ നിയന്ത്രിക്കണത്. എല്ലാ കാര്യങ്ങളും ചാനലുകാരാണ് ചെയ്യണത്. ഇല്ലാത്ത കാര്യങ്ങൾ അവര് കണ്ടതുപോലെ പറയും. അപ്പൊ നമ്മളത് കണ്ടതുപോലെ നമ്മ ഇതായിക്കൊള്ളണം, വിശ്വസിക്കണം. പക്ഷെ അവരാണല്ലോ ഇന്നത്തെ ലോകം ഭരിക്കണ ചാനലുകാരാണ്. ഇവർക്ക് റേറ്റിംഗ് കൂടും. എല്ലാ ചാനലും മാറി മാറി കാണും. പക്ഷെ എല്ലാത്തിലും ഒരേ ഇത് തന്നെ. ദിലീപേട്ടൻ കുറ്റക്കാരനാണോ? ദിലീപേട്ടൻ കുറ്റക്കാരനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. ഇപ്പൊ കാരണം കോടതിക്ക് വേറെ പണിയൊന്നുമില്ല. അല്ല കോടതി വിധിയിൽ ചേട്ടൻ ഹാപ്പിയാണോ? കോടതി വിധിയിൽ എന്ത് ഹാപ്പി? കോടതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോ വേറെ എന്തെല്ലാം കേസുകൾ കിടക്കണം. അതൊന്നും കോടതിക്ക് നോക്കാൻ നേരമില്ല. ഒരുപാട് കേസുകൾ പെൻഡിങ്ങിൽ കിടപ്പുണ്ട്. ആ കേസുകളൊന്നും എടുക്കണത്. ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു കളിയല്ലേ. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഏത് ചാനലുകാർ വേണമെങ്കിലും കോടതി വരെ ഇപ്പൊ അവരുടെ കൂടെ. ദിലീപേട്ടൻ്റെ കൂടെ അല്ല, കാശുള്ളവരുടെ കൂടെ ഉണ്ട്. എത്രയേ ഉള്ളു. കാശുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിലിരിക്കും. എന്ത് ചിരിപ്പിക്കണം? കോമഡിയിൽ ഇപ്പൊ ആർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും അല്ലാതെ കോമഡി കണ്ടിരിക്കണല്ലോ. വാർത്തകൾ നിറഞ്ഞിരിക്കണ ദിലീപിന്റെ വാർത്തകളാണ്. വിധി വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞു, എന്നിട്ട് വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ അവസാനിക്കില്ലെന്ന് പറയാനായിട്ട് ദിലീപിനെ വെറുതെ വിടരുത്. 2 കൊല്ലമെങ്കിലും ഏറ്റവും കുറവ് ശിക്ഷ കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഈ ഒരു വേറെ പ്രതിയാണെങ്കിൽ ശിക്ഷിക്കൂല്ലേ? ജഡ്ജിയൊക്കെ കാശ് മേടിച്ചിട്ടാണ് ഇവരെയൊക്കെ ശിക്ഷിക്കാണ്ട് വെറുതെ നേരിട്ട് ഇതില് കാണണല്ല. ചാനല് കണ്ട ആൾക്കാരല്ല നമ്മൾ 24 മണിക്കൂർ നിന്ന് കാണുന്ന ആൾക്കാർക്ക് വിധി പ്രഖ്യാപിക്കാല്ല. കാണുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ജഡ്ജി ഇയാളെ വെറുതെ വിട്ടപ്പോഴത്തേക്കും വേറെ നിങ്ങളെപ്പോലെ എന്നെ പോലെ ഒരു പ്രതിയാണെങ്കിൽ എന്ത് ചെയ്യും? നേരെ ജയിലിൽ പോകും. തെളിവുകളില്ലെന്ന് പറഞ്ഞാൽ 8-ാം പ്രതിയാക്കിയപ്പോ തന്നെ തെളിവില്ലല്ലോ. 8-ാം പ്രതിയാക്കിയപ്പോ തന്നെ ഈ 1-ാം പ്രതി 2-ാം പ്രതി 1-ാം പ്രതിയല്ലേ ശരിക്കും ദിലീപ് വരണ്ട്. കണ്ടിട്ട് പരിചയമല്ലേ. നമുക്കിത് പേപ്പറിലും ഇതിലൊക്കെ ടിവിയിലൊക്കെ കാണുമ്പോ മനസ്സിലാക്കാൻ പറ്റില്ല. വാർത്തകളൊന്നും സത്യമല്ല. ദിലീപിനെ വെറുതെ വിട്ടത് ഒരിക്കലും ശരിയല്ല. സത്യമല്ലല്ലോ. ഞാൻ വിശ്വസിക്കൂല. ഞാൻ പറയണ ശിക്ഷിക്കണം.
അല്ല ചേട്ടൻ ശിക്ഷിക്കണം പറയാൻ ചേട്ടൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. നേരിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായത്, നിങ്ങൾ എന്നോട് ചോദിക്കണ പോലെയല്ലേ ചോദിക്കണം. കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത് വാർത്തകളൊക്കെ നിറഞ്ഞിരിക്കുമ്പോ ഇത് ശിക്ഷിക്കണം ദിലീപിനെ. വാർത്തകൾ നിറഞ്ഞില്ലോണ്ട് എന്തുകൊണ്ട് ശിക്ഷിക്കണം? ശിക്ഷ ജഡ്ജിമാര് കൈക്കൂലി വാങ്ങിയിട്ടായിരിക്കും ശിക്ഷ കൊടുക്കാത്തത്. ചേട്ടൻ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഒപ്പിക്കണല്ല, ദിലീപിനെ വ്യക്തമായിട്ട് ശിക്ഷിക്കേണ്ട കേസാണ്. അല്ല ഞാൻ ചോദ്യം എന്താ പറഞ്ഞല്ലോ, ചേട്ടൻ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കാണാനായിട്ട് പാതിരാത്രി നമുക്ക് വാഴക്കാലെ പോയി നിൽക്കാൻ പറ്റുമോ? എന്നിട്ട് എന്തുകൊണ്ട് നേരിട്ട് പറയുന്നത്? ചാനലിൽ കാണിക്കണത് കാണണല്ലേ നിങ്ങളെ. സത്യമാണെന്നെ ചോദ്യം. വാർത്തകൾ സത്യമാണെന്ന് വെച്ചാൽ വാർത്തകൾ കാണിക്കണല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വാർത്തകൾ ഇപ്പൊ ദിലീപ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല പിടിച്ചിടും പോയപ്പോ. ദിലീപിന്റെ പേരിലല്ലേ വന്നത് കേസ്. അല്ല ചേട്ടൻ എന്താ പറയാനുള്ളത് ഈ ദിലീപിന്റെ വിധിയിൽ? എനിക്കൊന്നും പറയാനില്ല. കാരണം അവന് 10-750 കോടി രൂപയുണ്ട്, അവന് കാശുമുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ള പാവപ്പെട്ടവന് ഒരു 30 രൂപ മേടിക്കണം, 35 രൂപ മേടിക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ലൈസൻസും കണ്ടാണ്. അത് എവിടെ നിന്നാണ്? ആരും കണ്ട ആരും ഞങ്ങളുടെ പറയാൻ തന്നെയാണോ? അല്ലല്ല, ഒരാൾ പറയണത് തെളിവ് അത്രയും കൂട്ടിയാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ, ഇതിനുള്ളിൽ പറയാനില്ല. കാരണം അവന് കാശുണ്ട്, അത്രേ ഉള്ളൂ. ചേട്ടൻ നേരിട്ട് കാണാണ്ട് ഇങ്ങനെ പറയണത് കാണാണ്ട് പിന്നെ അതിന്റെ പിന്നെ അഭിപ്രായം പറയാൻ യോഗ്യതയില്ല. പിന്നെ താന്റെ കൊണ്ടുവന്നത് അഭിപ്രായം പറയാനാണ് വന്നത്. അപ്പൊ എന്റെ അഭിപ്രായം പറയും, അയാളുടെ അഭിപ്രായം പറയും. അത് നിനക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായം ഞങ്ങൾ പറയണമെന്നുണ്ടോ? അങ്ങനല്ല, പിന്നെന്താണ്? അല്ല ഞാൻ ചോദിച്ചതാണ്. പിന്നെ തർക്കിക്കാനാണ്. പിന്നെ കണ്ടാന്ന് നോക്കണേ, ഞങ്ങളെ കാണിച്ചാണ് കൊണ്ടുപോയത്. അല്ല ഞങ്ങളെ കാണിച്ചാണ് കൊണ്ടുപോയത്. അല്ല. അപ്പൊ പിന്നെ അത്രേ ഉള്ളു. ഇവിടെ ഒന്നും കാണിച്ചല്ല ഒന്നും ചെയ്യണത്. കോടതിക്ക് തെളിവാണ് വേണ്ടത്. തെളിവുകൾ ഇഷ്ടംമാരുണ്ടായിരുന്നു. ആൾക്കാരെ ശിക്ഷിക്കാൻ എളുപ്പം സാധിക്കും. ദിലീപിനെ ശിക്ഷിക്കാൻ സാധിക്കൂല. അല്ല അപ്പൊ ബോച്ചനെ ജയിലിട്ട് ഓർമ്മല്ലേ? ബോച്ചനെ പോലെയല്ല ദിലീപ്. അതാണ്, അതും കൂടി നോക്കണം. ദിലീപിന്റെ മാത്രം കാര്യം, ബോച്ചന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ലാസ്റ്റ് ഇപ്പൊ അവര് പറയണ്ടല്ല തെറ്റായിപ്പോയി ചെയ്തതെന്ന്. അപ്പൊ ബോച്ചനെ വെറുതെ വിട്ടാ കൊണ്ട് ജയിലിലിട്ട് ജാമ്യം കൊടുത്ത് വിട്ട്. ദിലീപിനെ അതേപോലെ ജയിലിലടച്ച് ജാമ്യം എടുക്കണം. അതാ ചെയ്യേണ്ടത്. നിങ്ങളും ഞാനും അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ജാമ്യം എടുക്കാൻ പറ്റുമോ? ആരെങ്കിലും വരുവാ? നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നിങ്ങളകത്ത് പോയി, നിങ്ങൾ 2 ജാമ്യക്കാരില്ലാണ്ട് വിടാൻ പറ്റുമോ? ബോണ്ട് കെട്ടി. അതേപോലെ തന്നെ എല്ലാവർക്കും വന്നത്. അപ്പം തെറ്റ് ചെയ്ത എന്നാണെങ്കിലും കോടതി ആണെങ്കിൽ ശിക്ഷ കൊടുക്കണം. കോടതി എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മളെ ശിക്ഷിക്കണം. അല്ലല്ല, ചെയ്യാത്ത കുറ്റത്തിന് എന്തോരം പ്രതികളകത്ത് കിടക്കണം. അഭിപ്രായം അതാണ്. കാശുള്ളവന് സുന്ദരമായിട്ട് ജയിലിലല്ല, എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും രക്ഷപ്പെട്ടു പോരാ. നമ്മളെപ്പോലെയുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിലീപിന്റെ വാർത്തകളാണ്. വിധി വന്നതിന്റെ ശേഷം വീണ്ടും വാർത്തകൾ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല. ഞങ്ങൾ ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് വീട്ടിൽ അത്യാവശ്യം പണികളും പരിപാടികളും. ഞങ്ങൾ ആ ഹൗസ് കെട്ടിയതിൻ്റെ പിള്ളേരെ ഞങ്ങളുടെ പരിപാടികളായിട്ട് അന്വേഷിച്ച് തുടങ്ങും. കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇടപെടാറുമില്ല. വാർത്തകൾ കാണുമ്പോൾ എന്ത് തോന്നാറ്? വാർത്ത കാണുമ്പോൾ ഒന്നും തോന്നാറില്ല. വാർത്തകൾ വിശ്വസിക്കുന്നുണ്ടോ? വാർത്തകൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. ഞങ്ങൾ അതിനകത്ത് യാതൊരു, കാരണം ഞങ്ങൾക്ക് ഇന്നത്തെ കയ്യില്ല, ഓരോന്നും അറിയത്തുമില്ല. വാർത്തകളുടെ രീതിയിൽ അങ്ങ് പോകും. ഇതുപോലെ ഇഷ്ടംപോലെ വാർത്തകൾ വരാറുണ്ടല്ലോ, ഞങ്ങളത് മൈൻഡ് ചെയ്യാറില്ല. വാർത്തകളായിട്ട് മാത്രം കാണാം. വാർത്തകളായിട്ട് കാണുക, ചിന്തിക്കാറില്ല. ഇല്ല. ഇന്ന് ഈ വാർത്തയാണെങ്കിൽ നാളെ വേറെ വാർത്ത വരും, നാളത്തേക്ക് മറ്റന്നാൾ വേറെ വാർത്തകളില്ല. അപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. അത് അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോട്ടെ. ഞങ്ങൾ ഈ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോട്ടെ പ്ലീസ്.